കാര്യങ്ങൾ കാണണം. ഇതിനെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ സഹായിക്കേണ്ടതുണ്ട്. കാരണം ഇവർ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നപ്പോൾ ഈ ജോലിയൊക്കെ കാരണം ഒരുമിച്ച് നിന്ന് ഒറ്റയ്ക്ക് അവർ ചെയ്യുന്നുണ്ട്. കാരണം ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ സാധിക്കില്ല ഇത്. പക്ഷേ നാളുകളായി ഈ പ്രദേശത്ത് ഒരുപാട് മാലിന്യ കൂമ്പാരങ്ങളാണ്. പക്ഷെ ഒരാളെ കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളെ വിട്ടുതരണമെന്നവർ പറഞ്ഞിട്ടും ഇതിനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കേൾക്കുന്നില്ല. മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളം തരില്ല, അല്ലെങ്കിൽ പിരിച്ചുവിടും എന്നാണ് പറയുന്നത്. പക്ഷേ വേറെ നിത്യവൃത്തിക്ക് വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്ത്രീ ഇത് ചെയ്തു പോകുന്നു എന്നാണ്. പക്ഷെ ഭയങ്കര കരഞ്ഞുകൊണ്ടാണ് അവരിവിടെ സംസാരിക്കുകയും മറ്റൊക്കെ ചെയ്തത്. നമുക്ക് എന്തായാലും ആ ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി എങ്ങനെ ജോലി നടന്നിരിക്കുകയാണോ? എന്താണ് നേരത്തെ കരച്ചിലും സങ്കടവും പറച്ചിലൊക്കെ കണ്ടത്? എന്താ പേര്, നിങ്ങളുടെ പേര്? ഗീത. എവിടെ താമസിക്കുന്നേ? പൂങ്കുളത്ത് തന്നെ. ഇപ്പൊ എത്ര നാളായി ഇതിൽ ജോലി ചെയ്യുന്നുണ്ട്? 5 വർഷമായി. എന്താണ് ഇപ്പൊ എന്താണ് നിങ്ങളെ സങ്കടം പറച്ചില്? കാരണം ആര് ന്യൂസ് ചെയ്യുന്നു പറഞ്ഞപ്പോ അവർ അയക്കാന്ന് പറഞ്ഞു അല്ലേ? ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തമുള്ള ആളാരാണ്? വിനോദ് സാർ. വിനോദ് സാറാണ് ഇവിടെ ഉള്ള. വിനോദ് സാർ ഇപ്പൊ വിളിച്ചു പറഞ്ഞു ഒരാളെ കൂടി വിടാൻ ഗീത എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു, ഇത്രയും നാളത്തെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ന്യൂസ് ചെയ്യുമെന്ന് അറിയിപ്പോ. വേറെ എന്താണ്, വേറെ ജോലിക്കൊന്നുമില്ല ഈ ജോലി തിരഞ്ഞെടുക്കാൻ? ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. അതുകൊണ്ടാണ് ഇത് ഏറ്റെടുത്തത്. പക്ഷേ പക്ഷെ അത് ഇതേപോലെ ഒരാളെ കൂടെ സഹായിക്കാനുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് ഇത്ര നാളെ പറഞ്ഞിട്ടും അത് അധികാരം ശ്രദ്ധിച്ചിട്ടില്ല, കേൾക്കുന്നില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ അവരെന്തായാലും ആളെ വിടാന്ന് പറഞ്ഞല്ലോ. അപ്പൊ സന്തോഷമായില്ലേ? ഇനി അപ്പൊ എന്തായാലും നമ്മളെ ഇത് ന്യൂസ് ചെയ്യുന്നത് തുടങ്ങുന്നപ്പോഴേ അവർ പ്രതികരിച്ചല്ലോ. അപ്പൊ നമ്മളത് സങ്കടം അവരോട് പറയണം. യാഥാർത്ഥ്യം അവർ പറയുമ്പോൾ തീർച്ചയായും പ്രതികരിക്കും. ഓക്കെ. അപ്പൊ ഇപ്പൊ വേറെ സങ്കടമൊന്നുമില്ലല്ലോ. അവരെന്തായാലും അപ്പൊ പ്രതികരിച്ചല്ലോ. ഓക്കെ. അപ്പൊ ന്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആളുകൾ പ്രതികരിച്ചു തുടങ്ങി. ഓക്കെ, ശരി എന്നാ. അപ്പൊ എന്തായാലും അവരെന്തായാലും ആള് വരട്ടെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്തായാലും നമ്മൾ ന്യൂസ് ചെയ്യുന്നു എന്നുള്ളത് റിപ്പോർട്ട് പോയപ്പോൾ തന്നെ അവരെ വിളിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇപ്പോഴാണോ വിളിച്ചത്? ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ന്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തായാലും വിളിച്ചു ആള്. അവർ ഒരാളെ ഇപ്പൊ അയക്കാമെന്നാണ് പറഞ്ഞത്. എന്തായാലും അത് ന്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ആക്ഷൻ ഉണ്ടായത് എന്തായാലും നന്നായിട്ടുണ്ട്. പക്ഷെ ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ അത് ഒരു നടപടി ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അധികാരികൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഒരു ന്യൂസ് ചെയ്യേണ്ടി വരുന്നു ഇങ്ങനെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് സഹായിക്കാൻ. കാരണം ഇതിപ്പോ കാണുമ്പോൾ തന്നെ അറിയാം, ഇത്രയും ഈ ഒരു കുമിഞ്ഞ് കൂടിക്കിടക്കുന്ന ഇത്രയും മാലിന്യങ്ങൾ എന്തായാലും ഒരാളെ കൊണ്ട് ഇത് സഹായിക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ്. അപ്പൊ അതിനുവേണ്ടി ഒരാളെ കൂടെ വിട്ടാൽ മാത്രമേ, ഇല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും. നമ്മൾ രോഗമുക്തമായ ഒരു കേരളത്തിന് വേണ്ടി സ്വപ്നം കാണുമ്പോൾ തീർച്ചയായും അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അവരുടെ ഒരു സുരക്ഷിതത്വം ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെ കൂടെ മാത്രം പോരാ, ഒരു 3-4 പേരുണ്ടെങ്കിൽ മാത്രമേ ഈ വേസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് തരംതിരിച്ച് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും ന്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കൂടുതലൊരു ഫലവത്തായി നമ്മൾ ന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരിച്ച് വിളിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും അതൊരു വലിയൊരു സന്തോഷകരമായ അവസ്ഥയാണ്.